സോ ഹലോ ഫ്രണ്ട്സ്, ബ്രെയിൻ സ്ട്രീം ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു അതായത് അടുത്ത ക്ലാസ്, അതായത് ഈ ക്ലാസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ കുറിച്ചായിരിക്കും. അപ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ പറ്റി പറയുമ്പോൾ CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. കാസ്കേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ശബരിമലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശബരിമലയിൽ ഇപ്പോൾ 18 പടികളുണ്ട്, സ്റ്റെപ്പുകളാണ്, 18 സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഏറ്റവും പൊക്കത്തെ സ്റ്റെപ്പിൽ, ഏറ്റവും മുകളിലെ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ, ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ വെള്ളം നിറഞ്ഞിട്ട് താഴത്തെ സ്റ്റെപ്പുകളിലേക്ക് വന്ന് എല്ലാ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതുപോലെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ താഴോട്ട് വരും. അപ്പോൾ അത് ആ ഒരു പരിപാടിയാണ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മളുടെ ഒരു ഹയർ ടാഗ് അല്ലെങ്കിൽ ഹയർ എലമെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള എലമെൻറ്റുകൾക്ക് കൂടി CSS വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ CSS 3 തരമുണ്ട്. ഇൻറ്റേർണൽ ഉണ്ട്, അത് HTML-ൻ്റെ അകത്ത് തന്നെ കൊടുക്കാം. ഇൻലൈനും അതുപോലെ തന്നെ HTML കോഡിൻ്റെ അകത്ത് തന്നെയാണ് കൊടുക്കുന്നത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോട്ട് പാഡിൽ CSS എഴുതിയിട്ട് .css ആയിട്ട് സേവ് ചെയ്യും. അതായത് ഫയൽ എക്സ്റ്റൻഷൻ ഈസ് .css, അതായത് എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് .css ആയിട്ട് നമ്മൾ സേവ് ചെയ്യും. നോട്ട് പാഡിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിൻ്റെ ആ കോഡ് എഴുതിയിട്ട് നമ്മൾ .css ആയിട്ട് സേവ് ചെയ്യും. പിന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് ഒരുപാട് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞപ്പോൾ HTML കൊണ്ട് സാധിക്കാത്തത് പലതും നമുക്ക് CSS കൊണ്ട് സാധിക്കും. കാരണം HTML കോഡിന് ഒരു പരിധിവരെ ഡിസൈനിങ് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അതൊരു തരം ലെയിമാണ്, ഒരു മുടന്തനായിട്ടുള്ളൊരു ആളെ പോലെ അധികമൊന്നും ചെയ്യാൻ പറ്റില്ല. HTML കൊണ്ട് അധികം ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് കൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് മൾട്ടി ഡിവൈസ് സപ്പോർട്ട് ഉണ്ട്. അതായത് ഇന്നിപ്പോൾ റെസ്പോൺസീവ് ഡിസൈൻ ആണല്ലോ. ഇപ്പോൾ മൊബൈലിൽ കാണണം, ടാബിൽ കാണണം, ലാപ്പിൽ കാണണം, വലിയ സ്ക്രീനിൽ കാണണം. ഇപ്പോൾ ഈ മൾട്ടി ഡിവൈസ് സപ്പോർട്ടൊക്കെ ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് ഒരു സിമ്പിൾ HTML പേജാണ്. HTML-ൻ്റെ ആ സ്കെലിറ്റൺ ഫ്രെയിംവർക്ക് മാത്രമാണ് ഉള്ളത്. ഇതിനകത്ത് എക്സ്ട്രാ ഉള്ളത് ഈ പാരഗ്രാഫ് ടാഗും അതിൻ്റെ അകത്ത് കിടക്കുന്ന കുറച്ച് സംഭവങ്ങളും. ഒരു പാരഗ്രാഫ് ടാഗും അതിൻ്റെ അകത്തൊരു പാരഗ്രാഫാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൻറ്റേർണൽ CSS ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോണത്. അത് ഇൻറ്റേർണലും ഇൻലൈനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെഡ് ടാഗിൻ്റെ അകത്ത്, ഇതാണ് ഹെഡ് ടാഗിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഇൻറ്റേർണൽ CSS ചെയ്യാൻ പോകുന്നത്. ഇൻലൈൻ ആണെങ്കിൽ നമ്മളിവിടെ സ്റ്റൈൽ എന്ന് എഴുതിയിട്ട് ഇവിടെ ഇതിൻ്റെ അകത്തായിരിക്കും കൊടുക്കാൻ പോണത്. അതാണ് ഇൻലൈൻ CSS. ക്യാപ്സ് ലോക്ക് ആണ്. അപ്പോൾ നമ്മൾ ഹെഡ് ടാഗിൻ്റെ അകത്തായിരിക്കണം. ഇപ്പോൾ ഹെഡ് ടാഗിൻ്റെ അകത്ത് നമ്മൾ CSS എഴുതാൻ നേരത്തെ നമ്മൾ ആദ്യം സ്റ്റൈൽ എന്ന് പറഞ്ഞ്, സ്റ്റൈലാണല്ലോ ഈ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൈൽ ടാഗിൻ്റെ അകത്താണ് നമ്മൾ ഇൻറ്റേർണൽ CSS കൊടുക്കുന്നത്. എക്സ്റ്റേണൽ CSS നമ്മൾക്ക് വേറൊരു ക്ലാസ്സിൽ നോക്കാം. ഇപ്പോൾ ഇൻറ്റേർണൽ CSS, ഹെഡ് ടാഗിൻ്റെ അകത്ത് കൊടുക്കുന്ന ഇൻറ്റേർണൽ CSS ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റൈൽ ടാഗ്, ഇപ്പോൾ ഈ പറയുന്ന പേജ് നമ്മളിപ്പോൾ ഇത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ വ്യൂ കറണ്ട് ഫയൽ ഇൻ ക്രോം. ഒരു മിനിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫയലുള്ളത്. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഫയലുള്ളത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, കാരണം ഡീഫോൾട്ടായിട്ട് CSS-ൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന പാരഗ്രാഫിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കും ഡീഫോൾട്ടായിട്ട്. അങ്ങനെ ഇത് ബ്രൗസറിൻ്റെ അകത്തൊരു സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉണ്ട് ഡീഫോൾട്ടായിട്ട്. അപ്പോൾ അതാണ് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആകുന്നത്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്റ്റൈല്, അപ്പോൾ അതിൽ നമ്മൾ ബോഡി എന്ന് പറഞ്ഞാൽ, അതായത് HTML ടാഗുകളാണെങ്കിൽ നേരെ നമുക്കിങ്ങനെ ബോഡി ടാഗ് അതങ്ങനെ തന്നെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ കർലി ബ്രേസസിൻ്റെ അകത്താണ് നമ്മൾ ആ സംഭവം എലമെൻറ്റുകൾ കൊടുക്കുക, വേറെ സംഭവങ്ങൾ CSS എലമെൻറ്റുകൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബോഡി ടാഗിൻ്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ
ഞാനീ ചെയ്യുന്നത് നോട്ട് പാഡ് പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററിലാണ് ഈ പറയുന്ന എവിടെയത് ഈ പറയുന്ന നോട്ട് പാഡ് പ്ലസ് പ്ലസ് ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നോട്ട് പാഡിൽ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നോട്ട് പാഡ് പ്ലസ് പ്ലസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലൂ കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലൂ വേണ്ട, റെഡ് കൊടുക്കാം. അങ്ങനെ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെ കൊടുക്കുന്നതിനാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്നിട്ട് കോളൻ ഇടുക. ഈ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർട്ടിയുടെ വാല്യൂ നമ്മൾ കൊടുക്കണം. അതിൻ്റെ വാല്യൂ ഇത് റെഡ്, അതായത് ഒരുമാതിരി എല്ലാ റെയിൻബോ കളേഴ്സ്, റെഡ്, വയലറ്റ് അതെല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളേഴ്സ് അതല്ലാതെ നമുക്ക് റെഡ്, ബ്ലൂ, ഗ്രീൻ അല്ലാതെ 7 നിറങ്ങളല്ലാതെ ഒരുപാട് കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൻ്റെ ആ ഇതില്ലേ, ഇപ്പോൾ ഹെക്സാഡെസിമൽ കോഡ്, അതായത് ഹാഷ് 50,000 നമുക്ക് നോക്കാം, 1 2 3 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതും വർക്കൗട്ട് ആവേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ഇത് വർക്കൗട്ടായി. ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഹാഷ് E50,000 ആണ് റെഡിൻ്റെ കോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും റെഡിൽ നിന്ന് ഡയറക്റ്റ് എഴുതിയാലും കിട്ടും ഈ പറയുന്ന ഹാഷ് E50,000. റെഡിൻ്റെ ഒരുപാട് ഇതുണ്ട്, കോഡുകളുണ്ട്. അത് നിങ്ങൾക്ക് എന്താ പറയുക, CSS മാനിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കളേഴ്സ്, അതായത് പൊളി കളേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വയലറ്റിൻ്റെ കളർ അതെനിക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോഡ് എനിക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് Ctrl+C അടിച്ച് കോപ്പി ചെയ്തിട്ട് എനിക്കതിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ റിഫ്രഷ് ചെയ്തിട്ട് സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ കളർ വന്നു. ഇനി എനിക്ക് ഈ പറയുന്ന പാരാഗ്രാഫിൻ്റെ കളർ മാറ്റണം. അത് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, പാരാഗ്രാഫ് ഈ എലമെൻ്റാണ്. പക്ഷേ നമുക്ക് പാരാഗ്രാഫ് തന്നെ എടുക്കണമെന്നില്ല ഈ ബോഡി ടാഗ് എന്ന് പറഞ്ഞാൽ. കാരണം ബോഡി ടാഗിൻ്റെ അകത്താണ് ഇതെല്ലാം വരുന്നത്. കാരണം ഇപ്പോൾ ബോഡി ടാഗ് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടതെല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് പോയി. അപ്പോൾ ബോഡി ടാഗിൻ്റെ അകത്താണ് പാരാഗ്രാഫ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ കൊടുത്താൽ മതി. കാരണം ഇവിടെ ഞാൻ കളർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, കളർ അത് ഞാൻ വൈറ്റ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ കണ്ടുപോക്കുന്നു. അപ്പോൾ വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ കുറച്ച് സംഭവങ്ങൾ, അതായത് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, വൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂ, അത് കഴിഞ്ഞിട്ടൊരു സെമിക്കോളം കൊടുക്കണം. കാരണം ബ്രേക്കാണത്, നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെ അതുപോലത്തെ ഒരു ബ്രേക്കാണത്. കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, ഇത് വാല്യൂ, ഇവിടെ സെമിക്കോളം കൊടുത്തപ്പോൾ അത് അവിടെ അവസാനിച്ചു. അല്ലെങ്കിൽ CSSന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല, അത് അടുത്ത ഇതിലേക്ക് പോകും. അപ്പോൾ ഇവിടെ സെമിക്കോളൻ കൊണ്ട് ബ്രേക്ക് ഇട്ടു. പിന്നെ കളറ്, പ്രോപ്പർട്ടി, വൈറ്റ്, വാല്യൂ, ഏത് കളറും കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം കൂടി, ടെക്സ്റ്റ് അലൈൻ നമുക്ക് ജസ്റ്റിഫൈ കൊടുക്കാം. ഇനി ഞാൻ വേറൊരു സംഭവം കൂടി പരിചയപ്പെടുത്താം. അത് നമ്മളുടെ CSSലുള്ള ഒരു സംഭവമാണ്. അതായത് സ്റ്റാർ കൊടുത്തിട്ട്, സ്റ്റാർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെലക്ടറാണത്. അത് ഞാൻ ഈ പറയുന്ന സംഭവം, ഈ ബോഡി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തില്ലേ, നമ്മളിപ്പോൾ ഇവിടെ ഈ ബോഡി എന്ന് പറയുന്ന എലമെൻ്റ് ഇവിടെ കൊടുത്തിട്ട് അതിന് ശേഷം കർലി ബ്രേസസ് ഇട്ടിട്ട് അതിനുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഇതിട്ടിട്ട് നമ്മൾ കർലി ബ്രേസസ് ഇട്ടിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുന്നത്. അതെല്ലാം കൂടി സെലക്ട് ചെയ്യും, എല്ലാ ടാഗുകൾക്കും അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയായി വരും. അപ്പം മാർജിൻ വേണമെങ്കിൽ അവിടെ കൊടുക്കാം, മാർജിൻ.
മാർജിൻ 20 പിക്സ്. ഇതിപ്പോൾ 20 പിക്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡും ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം എല്ലായിടത്തും 20 പിക്സൽസ് മാർജിൻ കിട്ടും. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. കൺട്രോൾ S അടിച്ച് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറണ്ട് ഫയലിൽ കണ്ടോ, ഇപ്പോൾ കുറച്ച് കാണാനൊരു ഭംഗി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. അപ്പോൾ അതായത് ഒന്നും കൂടി പറയാം, നമ്മൾ ആദ്യം ഒരു HTML എലമെൻറ്റ്, ഇപ്പം ബോഡി ആണെങ്കിൽ ബോഡി, അല്ലെങ്കിൽ പാരഗ്രാഫ് ടാഗ് ആണെങ്കിൽ പാരഗ്രാഫ് P, അത് കഴിഞ്ഞിട്ട് കർലി ബ്രേസസ്. അപ്പോൾ ഈ പാരഗ്രാഫ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ HTML എലമെൻറ്റ് HTML ടാഗുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എഴുതാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ബോഡി എഴുതി അല്ലെങ്കിൽ പാരഗ്രാഫ് ടാഗ് എഴുതി. അപ്പോൾ ഈ P എന്ന് പറയുന്ന സെലക്ടറാണ്. പാരഗ്രാഫ് ടാഗ് എഴുതി ഇങ്ങനെ കർലി ബ്രേസസ് ഇട്ട് കഴിഞ്ഞാൽ ഈ പാരഗ്രാഫ് ടാഗിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് സെലക്ടർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഈ ഇതുപോലത്തെ സംഭവം പ്രോപ്പർട്ടി, ഇത് വാല്യൂ. അപ്പോൾ ഇത് സിമ്പിളാണ്, അത്രയും സിമ്പിളാണ് ഇത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഇതെല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്യാം. കാരണം ബോഡി ടാഗിൻ്റെ അകത്ത് വേറെ, അതായത് കോമ ഇട്ടിട്ട് പാരഗ്രാഫ്, കോമ ഇട്ടിട്ട് H1, അങ്ങനെയൊക്കെ കൊടുക്കാം. കാരണം അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്കിപ്പോൾ എന്താ പറയുക, പാരഗ്രാഫിനും ഹെഡിങ്ങിനും കുറേ സംഭവങ്ങൾക്ക് ഒരേ കളറാണ്, ബ്ലൂ കളറാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കോമ ഇട്ടിട്ട് ഒരു സെലക്ടറിന് പകരം പല സെലക്ടർ എടുത്തിട്ട് അതിനെല്ലാം കൂടി കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കണം. അതായത് എല്ലാത്തിനും നീല കളറാണ്, എല്ലാത്തിനും സെയിം പ്രോപ്പർട്ടീസ് ആണെങ്കിൽ നമുക്കിങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ബോഡി കോമ ഇട്ടിട്ട് പാരഗ്രാഫ് H1, അതുപോലെ തന്നെ H2, അങ്ങനെയൊക്കെ കോമ ഇട്ടിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് സെലക്ടേഴ്സ് തന്നെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെല്ലാം കൂടി ഒറ്റ പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാം. അതുണ്ട്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ് ഇട്ടിട്ട് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം. അതായത് ഡോട്ട് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ മൈ സ്റ്റൈൽ, ഇങ്ങനെ മൈ സ്റ്റൈൽ. അതുപോലെ തന്നെ ഹാഷ് ഇട്ടിട്ട് മൈ ഡിവ്, എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊടുത്തിട്ട്, അതായത് ഈ ഡോട്ട് ഇട്ടിട്ട്, അതായത് പീരിയഡ് ഇട്ട് കൊടുക്കുന്നതെല്ലാം ഡോട്ട് ഇട്ട് കൊടുക്കുന്നതൊക്കെ ക്ലാസ്സാണ്, ഹാഷ് ഇട്ട് കൊടുക്കുന്നത് ID ആണ്. അപ്പോൾ ഇതും കൂടി CSSൻ്റെ അകത്തുണ്ട്. പക്ഷെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എന്താ പറയുക, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.